ഇടുക്കിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇടുക്കി പൂപ്പാറയിലെ 56 കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഉടൻ ഒഴിപ്പിക്കും. പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടി. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ് രാജാക്കാട്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇടുക്കിയിലൊക്കെ? തണുപ്പുണ്ടോ? തണുപ്പുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ചൂടാണല്ലോ പൂപ്പാറയിൽ. 56 കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കാൻ പോകുന്നത്. അതിൽ പ്രമുഖരുടെയും സ്വാധീനശേഷിയുള്ളവരുടെയും ഒക്കെ കെട്ടിടങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കടകളുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഇന്ന്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായിരുന്നാലും അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ്, ഈ തണുപ്പുണ്ട് എങ്കിൽ പോലും ചൂടേറിയ വാർത്തകളാണ് ഇവിടെ വരുന്നത്. ഈ പൂപ്പാറയിൽ ഇപ്പോൾ ചൂടേറിയ ഒരു അന്തരീക്ഷമാണ് എന്ന് തന്നെ പറയാം. കാരണം 56ഓളം വരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഈ റവന്യൂ വകുപ്പ് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇപ്പം ഈ പൂപ്പാറയിലെ ആളുകൾ ഇവിടെ എല്ലാം കൂടിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അറിയിക്കുന്നത്. ഈ 56 കയ്യേറ്റങ്ങളിൽ ഏതാണ്ട് 24ഓളം വീടുകളുണ്ട് എന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് റിട്ട് ഹർജി നൽകിയിരുന്നു. ആ റിട്ട് ഹർജി വരുന്ന ചൊവ്വാഴ്ച പരിഗണിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിനൊന്നും നിൽക്കാതെയാണ് റവന്യൂ വകുപ്പ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് നീങ്ങാൻ തീരുമാനിക്കുന്നത്. എന്തായിരുന്നാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു അനൗൺസ്മെന്റ് വാഹനം ഈ പൂപ്പാറ ടൗണിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൗൺസ്മെന്റ് തൊട്ടുപിറകെ പോലീസ് സന്നാഹം എത്തിച്ചേരും. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ റവന്യൂ വകുപ്പ് തേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തകർ ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഇടപെടലിലൂടെയാണ് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കളക്ടറും റവന്യൂ വകുപ്പും വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രതിഷേധം? അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സമയപരിധി വിത്തിൻ 6 വീക്സ്, ആ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തരിക. 1. 2, കളക്ടർക്ക് ഞങ്ങൾ ഇത് അപ്പീൽ ചെയ്തിട്ടുണ്ട്. അത് 19/1 കളക്ടർക്ക് അപ്പീൽ ചെയ്ത് 30 ദിവസം സമയപരിധിയുണ്ട് ഞങ്ങൾക്ക്. ആ കാലാവധി ഞങ്ങൾക്ക് അടുത്ത ചൊവ്വാഴ്ച വരുന്ന ഡിവിഷൻ ബെഞ്ചിൽ കേൾക്കാനുള്ള സമയപരിധി റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണം. ഇല്ല എങ്കിൽ അത് മറികടന്നാണെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകും, സ്വാഭാവികമായ പോലീസിന്റെ നടപടികളൊക്കെ ഉണ്ടാകും. അതെല്ലാം നിയമപരമായി തന്നെ നേരിടും. ഇവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. മർച്ചൻ്റ് അസോസിയേഷൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണ്. ഞങ്ങൾ 10-60 വർഷക്കാലമായി ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാണ്. അന്നൊന്നും ഈ ഉദ്യോഗസ്ഥന്മാർ നിയമങ്ങൾ പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ റിവ്യൂ ഹാജരാക്കാനുള്ള സമയപരിധി പോലും നൽകാതെ ഇങ്ങനെ പെട്ടെന്ന് തിടുക്കത്തിൽ 20 ദിവസം പിന്നിടുമ്പോൾ പെട്ടെന്നൊരു തിടുക്കത്തിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നതിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. ശക്തമായി പ്രതിഷേധം ഉണ്ടാകും. ഇവിടെ 3 പള്ളികളുണ്ട്, ഒരു അമ്പലം ഉണ്ട്, 56 കടകളിൽ 30ഓളം വീടുകളുണ്ട്. അപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ശക്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും. അത്തരത്തിലാണ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുക എന്ന തീരുമാനത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ പൂപ്പാറയിലെ ആക്ഷൻ കൗൺസിലിനോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം ചേർന്നിട്ടുണ്ട്. ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോൾ CPM അടക്കം ഇവർക്കൊപ്പം നിൽക്കുകയാണ്. CPMൻ്റെ അഭിപ്രായം, ഇവിടെ കാലങ്ങളായിട്ട് ഇന്നലെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവരെ ഇപ്പോൾ ഇറക്കി വിടുന്നതിന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് കേൾക്കാൻ വേണ്ടി സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. ആ സമയപരിധി കൊടുത്തതിന് ശേഷം മാത്രമേ നിലയും ബാക്കിയുള്ള നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഈ സന്ദീപ് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആൾക്കൂട്ടത്തെ അവിടെ എത്തിക്കാൻ കഴിയില്ല. നിരോധനാജ്ഞയുണ്ട്. എപ്പോഴായിരിക്കും ഈ പൊളിച്ചെടുക്കാൻ വരുന്നത്? ഒരു 10 മണിയോട് കൂടി തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ റവന്യൂ വകുപ്പ് എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഏതാണ്ട് അല്പം കഴിയുമ്പോൾ ഒരു 10 മണിയോട് കൂടി തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ അറിയാം, കൂട്ടം കൂടുക ഇല്ലെങ്കിൽ സംഘം ചേരുക, അത്തരം നടപടികളിലേക്കൊന്നും പോകാൻ കഴിയില്ല. അത്തരം ഒരു മുന്നറിയിപ്പ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നീട് പോലീസ് എത്തുക. പോലീസിന്റെ നേരത്തെ തന്നെ പോലീസിനോട് ഈ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള സഹായം റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ പരിസരത്ത് ഉണ്ട്. അവർ എത്തും. അതിനുശേഷമാകും നടപടി. റവന്യൂ വകുപ്പ് എത്തുമ്പോൾ നമ്മൾ ഒരു വരവ് കൂടി വരും. നമുക്ക് നോക്കാം, പൂപ്പാറയിൽ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ CPM അടക്കം ഈ ഹൈക്കോടതി
ഇവരുടെ പരാതി കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം എത്തുന്നതുവരെ ഈ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ റവന്യൂ വകുപ്പ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 10 മണിക്ക് തന്നെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കും. 56 പ്രോപ്പർട്ടികളാണ്, കയ്യേറ്റങ്ങളാണ് പൂപ്പാറയിൽ മാത്രം ഒഴിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 10 മണിയോടുകൂടി ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും. പ്രതിഷേധവുമായി നാട്ടുകാരും സംഘടിച്ചെത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞയും സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് തത്സമയം വിവരങ്ങൾ നൽകും.